അസ്സലാമലൈക്കും. ഈദ് മുബാരക്. എല്ലാവർക്കും ജുബീസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാളൊക്കെയാണ് എല്ലായിടത്തുള്ളേ. അപ്പോൾ ഇന്നത്തെ സന്തോഷത്തിൽ നമുക്ക് ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ പോകണേ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി. റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾക്ക് ഇതാണ്, ചിക്കൻ ബിരിയാണിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം മസാലയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ദം പരിപാടിയിലേക്ക് പോകാനുണ്ട്, ദം ഇടാനും കൂടി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഫുഡ് കഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അപ്പോൾ കുറച്ച് ഡിലേ ആയി. നമ്മുടെ തിരക്കുകളും അതുപോലെ കുറച്ച് മടികളൊക്കെ പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ് ഇടാതെ ഇങ്ങനെ നിന്നത്. അപ്പോൾ ഇടയായിട്ട് ഇങ്ങനെ കുറച്ച് എഡിറ്റിങ്ങിലൊക്കെ ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗൊന്നും വരാത്തിട്ട് ഗൈസ്. മോന് പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മോൻ്റെ എന്താണ് പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ. സൂപ്പർ ഭംഗിയൊക്കെയാണ് ഇട്ടുള്ളത്. ഷെനിമോൾ ഇവിടെ ഉണ്ട്. ഷെനിമോള് ഡ്രസ്സ് ഇവിടെ വാ, കാണിച്ചു കൊടുക്കേ. വാ, ഷെനിമോള് ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ അവള് സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ബോക്കായിട്ട് വരുന്ന അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ ഇനി പൊന്നുമോളും ഏകദേശം ഇതുപോലത്തെ ഒരു ചേഞ്ചിലാണ് ഇട്ടുള്ളത്. പിന്നെ ഇക്കത് മാറ്റി പുറത്ത് പോയിട്ടുണ്ട്. പള്ളി പോയി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ. ഇവരൊക്കെ പള്ളി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകും വേണം. നമ്മളെ കുടുംബങ്ങൾക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കണം. ഓക്കെ, രാവിലെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് പോവാണ് കേട്ടോ. നമ്മൾ തറവാട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ തറവാട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫ് മക്കളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരണം കേട്ടോ. അപ്പോൾ അവരെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഈ വർഷം നമ്മൾ കൂടെ വലിയ പെരുന്നാൾക്കില്ല കേട്ടോ. ആള് ഹജ്ജിന് പോയതുകൊണ്ട് അവിടെ പെട്ടു. അപ്പോൾ നമ്മൾ കൂടെ ഈ വർഷം വലിയ പെരുന്നാളിനില്ല. അപ്പോൾ ഉമ്മ ഇല്ലായിട്ടുള്ള ഒരു ആദ്യ പെരുന്നാളാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു മിസ്സുണ്ടായിരുന്നു കേട്ടോ. മിസ്സിങ് ഉണ്ടായിരുന്നു ആളില്ലായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പായസം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഇതാണ്. നമ്മൾ ഈ വലിയ പെരുന്നാളിന് ഉണ്ടാക്കിയത്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ താത്താൻ്റെ വീട്ടിൽ നമ്മൾ പുറത്ത് പോകാനിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇന്ന് ഇത് കുറച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ ഇത്തയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഉമ്മയും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മനെയും ഇത്തയുടെ എല്ലാവരും കാണല്ലോ എന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഷെന്നുമോളും പൊന്നുമോളും എല്ലാവരും ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്ററുടെ വീട്ടിലേക്കാണ് പോണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീടൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തി. ഇനി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ മക്കളും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും താത്താരും മക്കളും പിന്നെ എൻ്റെ മൂത്ത സിസ്റ്ററും ഇളയ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൂന്ന് താത്താരാണ്. ഞാനാണ് ഇളയ മോള് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ചെറിയ മോള് ഞാനാണ്. ഉമ്മയ്ക്ക് 4 മക്കളാണ്, 4 പെൺകുട്ടികളാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയ നല്ലൊരു രസമാണ് കേട്ടോ. അവരെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി കൂടിയാൽ ഒരു വലിയൊരു ഫാമിലി പോലെയാണ് കേട്ടോ. അത്ര നല്ല വൈബാണ് ഞങ്ങളെല്ലാവരും കൂടി. അപ്പോൾ നമ്മൾ താത്താൻ്റെ വീട്ടിൽ വന്നാണ് കേട്ടോ. അത് ഭയങ്കര ജഗപൊകയാണ്. എല്ലാവരും കൂടി നല്ല രസമാണ്. ചെന്നുമോളൊക്കെ അവിടെ ഉണ്ട്. ചെന്നു കുറച്ചൊക്കെ ഇവിടെ ഇരിക്കും. ഈ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ട് എന്നൊക്കെ ഒരു 5 ദിവസമാണ് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഒരു മടി പിടിച്ചിട്ടുണ്ട്. വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നിടത്ത് ഭയങ്കര മടിയാണ്. കാരണം കുറേ വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചതുണ്ട്, ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല. സത്യം പറയുന്നത് വീടിൻ്റെതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചതുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്.
വീടിൻ്റെ നിങ്ങളെ വീട് പണീൻ്റെ വ്ളോഗൊക്കെ ഇടുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ പണി നടക്കുന്ന ആ സമയത്ത് കുറേ വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വയ്യെ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് നല്ല വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളെ കൂടെ ടൂർ പോയ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ എല്ലാം മടി പിടിച്ചിട്ടില്ല, ഇങ്ങനെ ലേറ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, കിടക്കുക, ഇതാണ് പിന്നെ ഒരു റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മടികളെല്ലാം മാറ്റിയിട്ട് ഇൻഷാല്ലാ ഞാൻ തിരിച്ച് വരും. അപ്പോൾ ഉമ്മനൊക്കെ കണ്ടു, ഹാപ്പിയായി. നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, ചായ എല്ലാം കുടിച്ചു. ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു സെലിബ്രേഷൻ വ്ളോഗും കൂടി അതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പെഷ്യൽ വ്ളോഗും കൂടി ഞാൻ അതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷം കൂടി ഞാൻ അതിൽ എൻ്റെ ഒരു ഓർമ്മക്കായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ സെലിബ്രേഷൻ ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ എൻ്റെ മക്കളും ഞാനൊക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്യലും ആ ഒരു സെലിബ്രേഷൻ നടക്കല്. എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ഞാൻ ഒരുപാട് സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. നമ്മളെ ബർത്ത്ഡേ ഒന്നും നമ്മളങ്ങനെ ആലോചിക്കാറൊന്നുമില്ല. പക്ഷേ ഇക്കുള്ള സമയത്ത് ഇക്കൊക്കെ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് കേക്കും അതുപോലെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരസ്പരം കേക്ക് കട്ട് ചെയ്ത് സന്തോഷം പങ്കുവച്ചു. അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. ആ ഒരു ഹാപ്പിനെസ് മറക്കാനാവാത്തൊരു സന്തോഷമായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തപ്പോൾ പിന്നെ ഞാൻ എന്നെ എടുത്ത് തിന്നു. കാരണം എൻ്റെ ബർത്ത്ഡേ അല്ല, അത് ഞാനല്ലേ കഴിക്കേണ്ടത് വിചാരിച്ച് ഓരോ ജസ്റ്റ് ഫണ്ണി ആക്കിട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ.